നിലം പറ്റി വളരുന്ന ഒരു ഔഷധ സസ്യമാണ് തഴുതാമ. ഒരു ഔഷധ സസ്യം എന്നതിലും കൂടുതലായി ഇലക്കരയായി നമുക്ക് സ്ഥിരമായി ഉപയോഗിക്കാവുന്ന ഒരു ചെടി കൂടിയാണ് തഴുതാമ. പുനർനവ എന്നാണ് സംസ്കൃതത്തിൽ തഴുതാമയുടെ പേര്. പുനർനവ എന്ന വാക്കിൻ്റെ അർത്ഥം ശരീരത്തെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിവുള്ളത് എന്നാണ്. പ്രധാനമായും വെള്ളയും ചുവപ്പും പൂക്കളുള്ള രണ്ടിനങ്ങളാണ് കാണപ്പെടുന്നത്. തഴുതാമയിൽ ധാരാളമായി പൊട്ടാസ്യം നൈട്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തഴുതാമ ഒരു മൂത്രവർദ്ധനവിനുള്ള ഔഷധമായി ഉപയോഗിക്കുന്നു. വേരും ഇലയും തണ്ടും ഒക്കെ ഔഷധമായി ഉപയോഗിക്കാം. ഇലക്കരയായി ഇലകളും ഇളം തണ്ടും ഉപയോഗിക്കാം. മറ്റൊരുപാട് രോഗങ്ങൾക്ക് മരുന്നായും ശരീരത്തിലെ പ്രതിരോധശേഷി കൂട്ടാനും തഴുതാമ ഉപയോഗിച്ചു വരുന്നു. ഏകദേശം 100-ന് മുകളിൽ ശാസ്ത്രീയ പഠനങ്ങൾ നമ്മുടെ നാട്ടിൽ വളരെ സാധാരണയായി കണ്ടുവരുന്ന ഈ ഒരു കുഞ്ഞൻ ചെടിയെപ്പറ്റി നടന്നിട്ടുണ്ട്. കിഡ്നിയുടെയും കരളിൻ്റെയും പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് തഴുതാമയുടെ ഔഷധ ഗുണങ്ങളെപ്പറ്റിയാണ് കൂടുതലായും പഠനങ്ങൾ നടന്നിട്ടുള്ളത്. പണ്ട് കാലത്ത് നമ്മുടെ വീടുകളിലൊക്കെ തഴുതാമ ഇലക്കരയായി സ്ഥിരമായി ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ തഴുതാമ കാണാൻ തന്നെ കിട്ടുന്നില്ല. മൂത്ത തണ്ട് മഴക്കാലത്ത് നട്ടുപിടിപ്പിച്ചാൽ പ്രത്യേകിച്ച് പരിചരണമൊന്നുമില്ലാതെ വളർന്നോളും. ചെടിച്ചട്ടികളിലും ഗ്രോ ബാഗിലും എളുപ്പത്തിൽ വളർത്തിയെടുക്കാം. പടർന്നു പോകുന്ന വള്ളികൾ ചട്ടിയിൽ തന്നെ ചുറ്റിവെച്ച് പടരുന്ന സ്വഭാവം നിയന്ത്രിക്കാം. ഈ മഴക്കാലത്ത് തഴുതാമ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ തണ്ട് മുറിച്ചു കൊണ്ടുവന്ന് പറമ്പിലും വീട്ടിലും നട്ടുവളർത്താൻ മറക്കരുത്. അത്രത്തോളം ഔഷധ ഗുണമുള്ളതാണ് തഴുതാമ.